വീണ്ടും സംസ്ഥാന പര്യടനത്തിനായി ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഡിസംബർ 4 സേലത്ത് പൊതുയോഗം നടത്താൻ നീക്കം. സേലം പോലീസിന് ടി.വി.കെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ശ്രീധരൻ, വലിയ ദുരന്തം നമ്മുടെ മുന്നിൽ, അതിന്റെ ആഘാതം വിട്ട് മാറിയിട്ടില്ല. ആ സമയത്തിന് ശേഷം വീണ്ടും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക സമയമില്ല എന്നതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ അടുത്ത നീക്കം വരുന്നത്? ഡിസംബർ 4 സേലത്ത് പൊതുയോഗം നടത്താൻ അനുമതി ഉണ്ടോ? അത് സംബന്ധിച്ചൊക്കെയുള്ള നീക്കങ്ങൾ എന്താണ്? ഈ പാർട്ടിയിൽ നിന്ന്, പാർട്ടി അധ്യക്ഷന്റെ ഏതെങ്കിലും വിശദീകരണമോ എന്തെങ്കിലും അറിയിപ്പോ വരുന്നുണ്ടോ? വിവരങ്ങൾ. ഈ കരൂർ ദുരന്തത്തിന് പിന്നാലെയാണ് വിജയുടെ സംസ്ഥാന പര്യടനങ്ങളൊക്കെ നിർത്തിവെച്ചത്. ഏതായാലും ഇപ്പോൾ അത് പുനരാരംഭിക്കാനുള്ള നീക്കമാണ് ടി.വി.കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആഴ്ചയിൽ 4 പര്യടനങ്ങൾ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബുധൻ, ശനി ദിവസങ്ങളിലായിരിക്കും പര്യടനങ്ങൾ വെക്കുക. നേരത്തെ ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു വിജയുടെ പര്യടനങ്ങൾ കരൂർ ദുരന്തത്തിന് തൊട്ടു മുൻപ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ബുധൻ, ശനി എന്നുള്ള ദിവസങ്ങളിൽ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ ആദ്യ പടിയായിട്ടാണ് ഡിസംബർ ആദ്യവാരം ഈ സേലത്ത് ഒരു പരിപാടിക്ക് വേണ്ടി അനുമതി തേടി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ സംസ്ഥാന പര്യടനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, ഒരിടവേളയ്ക്ക് ശേഷം മുന്നോട്ട് പോകാൻ തന്നെയാണ് വിജയുടെ നീക്കമുള്ളത്. രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 5-6 മാസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുക, ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശം വെച്ച് തന്നെയാണ് വിജയുടെ ഇപ്പോഴത്തെ നീക്കം. ഇതിന് പോലീസ് എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള, അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പൊതുയോഗങ്ങൾക്കൊക്കെ ഒരു മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സർവകക്ഷി യോഗം തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ആ DMKയുടെ നേതൃത്വത്തിൽ എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ യോഗം നടന്നത്. അതിൽ കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ കെട്ടിവെച്ചുകൊണ്ട് യോഗത്തിന് അനുമതി നൽകണം, സുരക്ഷയ്ക്ക് എത്ര പേർ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വന്നത്. ഈ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ടി.വി.കെയുടെ അടുത്ത സമ്മേളനം നടക്കേണ്ടി വരിക. വിജയെ പോലുള്ള ഒരു താരം ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കാനാകും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും ടി.വി.കെ സംസ്ഥാന പര്യടനവുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് വരിക തന്നെയാണ്. കെ.പി. ശ്രീധരൻ വിവരങ്ങൾ നൽകിയായിരുന്നു. വീണ്ടും സംസ്ഥാന പര്യടനത്തിനായി ടി.വി.കെ അധ്യക്ഷൻ വിജയ് തയ്യാറെടുക്കുകയാണ്.